السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله بالفائزين برضا الله أما بعد. മനുഷ്യന്റെ നിഖില മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, രക്ഷാകവചമാണ് പ്രാർത്ഥന എന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന്. നാം പ്രാർത്ഥന നടത്തുമ്പോൾ ഒരുപാട് മര്യാദകൾ അല്ലെങ്കിൽ അദബുകൾ നാം പാലിക്കേണ്ടതുണ്ട്. അദബുകൾ പാലിച്ചാൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. കാരണം യജമാനനായ റബ്ബ്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് നാം ചോദിക്കേണ്ടത് വളരെയധികം അദബോടു കൂടിയായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥത്തിലുള്ള ഫലം അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മര്യാദകളുണ്ട്. ചിലത് മാത്രം നാം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഹംദ് കൊണ്ട്, സ്വലാത്ത് കൊണ്ട് തുടങ്ങി ഖിബിലയിലേക്ക് മുന്നിട്ട് വുളൂഓടുകൂടി, ഭയഭക്തിയോടുകൂടെ, നേരിയ സ്വരത്തിൽ, വലിയ സ്വരത്തിലല്ലാതെ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്ന ബോധത്തോടുകൂടി, റബ്ബെന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സ്വീകരിക്കപ്പെടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ സമയങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സമയങ്ങളിൽ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതായി മുത്തുനബി തങ്ങൾ എണ്ണിയ ഒരുപാട് സമയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ സമയം, വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10. ആ അവസാനത്തെ 10 8 രാവുകളിൽ നാം റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന അത് അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്ന് പറഞ്ഞത്, നമ്മുടെ വിശുദ്ധ റമളാനിൽ നോമ്പെടുത്ത് തന്റെ അടിമ റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥന അതും റബ്ബ് തആല സ്വീകരിക്കും. അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും, അതുപോലെ തന്നെ ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിലുള്ള പ്രാർത്ഥനയും, മഴ വർഷിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് അല്ലാഹു തആല വർഷിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും, അറഫാ ദിനത്തിലുള്ള പ്രാർത്ഥനയും, കഅബ കാണുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയും, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകളും, തന്റെ കൂട്ടുകാരന് വേണ്ടിയുള്ള അഭാവത്തിലുള്ള പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ഈ വിശുദ്ധ റമളാനിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.